ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ദുബായിൽ നമ്മൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നെക്സ്റ്റ് ഡേ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. എൻ്റെ കസിൻ ബ്രദർ UK നിന്ന് എന്നെ കാണാനായിട്ട് ദുബായിലോട്ട് വരുന്നുണ്ട്. അവൻ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ലാൻഡ് ചെയ്യും. അതാ ഇവനാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ എന്ന് തന്നെ പറയാം. അമിത് എന്നാണ് പേര്. ഇവൻ ആക്ച്വലി അബുദാബിക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഈ ഷിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദുബായിലോട്ട് മൂവ് ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇവൻ 3-ാമത്തെ ദിവസമാണ് ഇവൻ ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റാണ് ഇവൻ. പുലർച്ചെ ഒരു 4 മണിക്കൊക്കെയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കയറി കിടന്നവൻ ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഈ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത്. സമാധാനമായിട്ട് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് പുറത്തൊക്കെ കുറച്ച് പോകാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഇവന് നാട്ടിലോട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ്റെ പരിപാടി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ UK നിന്ന് നേരെ ദുബായിലോട്ട് വന്നിട്ട് എന്നെ കണ്ട് നേരെ നാട്ടിലോട്ട് കാലിക്കറ്റിലോട്ട് പോകാനായിരുന്നു പരിപാടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് അവന് നാട്ടിലോട്ട് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാനായിരുന്നു. അതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്, ഇവൻ പറഞ്ഞിരുന്നു ഇവന് നല്ല മന്തി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മന്തി സ്പോട്ട് നമ്മൾ ഓൾറെഡി നോക്കി വച്ചിട്ടുണ്ടായിരുന്നു. സംസമിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി മന്തിയാണ് അവിടുത്തെ. നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കുറേ സജഷൻസൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് സെലക്ട് ചെയ്തത്. അപ്പം തുടക്കത്തിൽ അവർ നല്ലൊരു സൂപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ മദ്ബിയും അതേപോലെ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇവന് മട്ടനായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ചിക്കൻ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടും ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ രണ്ടും മേടിച്ചു. പിന്നെ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ക്രീം കുനാഫയും മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 4 മാസം എനിക്ക് ചിക്കൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്യണത്. കഴിക്കാണ്ടല്ലടാ, ഇന്നലെയാണ് ചിക്കൻ കഴിച്ചത് 1 മാസത്തിന് ശേഷം. ഞാൻ എടുക്കാം, നിങ്ങൾ കഴിക്കേ. പിന്നെ അത് ഈ കാണുന്ന ക്രീം കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ തന്നെ സ്വീറ്റ് ഒരു ഡംപ്ലിംഗ് ആയ ലുക്യാമത്ത് എന്നാണ് അതിൻ്റെ പേര്. ഈ ബോൾസ് പോലത്തെ അത് നല്ലൊരു ടേസ്റ്റി സംഭവമാണ്. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലായിട്ട് ഒരു മിൻ ടീയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ട് നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് ദ വ്യൂ അറ്റ് പാം ജുമേരയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ സൺസെറ്റാണ് കാണാൻ വേണ്ടി പോകുന്നത്. വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവൻ പറഞ്ഞിരുന്നു ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം, 2 ദിവസമേ ഉള്ളൂ, എന്നാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഒന്നും മിസ് ഔട്ട് ചെയ്തില്ല. സൺസെറ്റ് കാണാനുള്ള രീതിയിൽ തന്നെ മൈൻഡാക്കി നമ്മളത് ഈ ഒരു സ്പോട്ടിലോട്ട് എത്തി. അപ്പോൾ എൻട്രി നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം അതെ ഈ കാണുന്ന ഈ ഒരു മെറൈൻ, ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു പാസേജിലൂടെ നമുക്കിങ്ങനെ നടന്നിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ അവന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പം ശരിക്കും ഒരു മെറൈൻ എക്വേറിയം പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ഡിജിറ്റലൈസ് ചെയ്തൊരു സംഭവമാണ്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പം ഇവർ ഈ ഒരു വ്യൂ അറ്റ് പാം ജുമേരയുടെ ഇവരുടെ ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞു തരിക. എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. Tourist destinations such as the view of the Palm. Wow! Meter bridge. This bridge transports over 100,000 cars daily. That is over 1 billion cars a year.
അതിനുശേഷം ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ പാം ജുമേരയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത് 52nd ഫ്ലോറിൽ കയറി നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. 360 ഡിഗ്രി വ്യൂ ഓഫ് പാം ജുമേര ആൻഡ് ദുബായ് സ്കൈലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിലൂടെ നോക്കുകയാണെങ്കിൽ. സൺസെറ്റ് കാണാനായിരുന്നല്ലോ നമ്മൾ വന്നത്, പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും നമുക്ക് ആ ഒരു സൺസെറ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ആ ദിവസത്തെ സൺസെറ്റ് അങ്ങോട്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു ഫോഗി ആയിട്ടുള്ള രീതിയിലത്തെ ഒരു ക്ലൈമറ്റും കൂടി ആയിരുന്നു. പക്ഷേ ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിലൂടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എന്താ പറയുക മാൻ മെയ്ഡ് ബ്യൂട്ടി ആയിട്ടാണ് നമുക്ക് പറയേണ്ടി വരും. പാം ജുമേര എന്ന് പറയുന്നത് പാം ട്രീ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ആൻഡ് ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് മാൻ മെയ്ഡ് ഐലൻഡ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫേമസ് ഫോർ ലക്ഷറി ഹോട്ടൽസ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ്, വില്ലാസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ ഉള്ള ഷോപ്പിംഗ് ഒരു സ്പോട്ടൊക്കെയാണ്. നമ്മുടെ സ്വന്തം ബോളിവുഡ് സ്റ്റാറായ SRKക്ക് അവിടെ ഒരു 6 bedroom മാൻഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. SRKക്ക് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസിന് അവിടെ ഇതുപോലെ വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സായിട്ടും ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് പോയിൻറ്റ്സിലായിട്ട് അവർ ഈ ബൈനോക്കുലേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലൂടെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഒന്നൊരു ക്ലോസർ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പല ആംഗിളിൽ പല പോയിൻറ്റ്സിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമിത് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. സൺസെറ്റ് പ്രതീക്ഷിച്ച് പോയ ഞങ്ങൾക്ക് സൺസെറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ ആംഗിളിൽ പോയുള്ള ആ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർലി കണ്ടു. പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ തന്നെ കുറച്ചും കൂടി രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നൈറ്റ് ലൈഫിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കൂടിയും ഇവിടെ നിന്ന് നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവന് കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയും മുകളിലായിട്ട് ഒരു പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ താഴെ നിന്നു, ഇവ മാത്രം പോയി അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ആ ഒരു നൈറ്റ് അടിപൊളിയായിട്ട് തീർന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവൻ പോണ ദിവസമായിരുന്നു. ഈവനിങ് ആണ് ഇവൻ്റെ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നാണ്. പക്ഷേ ഇവൻ അതിന് പോണതിൻ്റെ മുമ്പ് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിന് പോവാല്ലേ? നീ എന്നാ വരണേ? ഒക്ടോബർ, നവംബർ നടക്കട്ടെ അല്ലേ? ഓക്കെ, നീ ചാൻസ് കിട്ടിയാ നീ വരണം. ഇത് നമ്മുടെ ഇവിടെ ഫ്ലാറ്റും ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിത് അവൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവന് കുറച്ച് പെർഫ്യൂംസൊക്കെ നാട്ടിലോട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞ് അതൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇവനെ അബുദാബി വരെ കൊണ്ടാക്കാറുണ്ട്. കാരണം ഈവനിങ് ആണ് ഇവൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് ഓൾമോസ്റ്റ് ഒരു 2 hours ജേർണി ഉണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് ഇവിടെ നിന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് അഹമ്മദ് അൽ മഗ്രിബി പെർഫ്യൂംസിലാണ്. അവിടെ നിന്ന് അവന് നാട്ടിലോട്ട് കുറച്ച് പെർഫ്യൂംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കളക്ഷൻസൊക്കെ കണ്ട് അവൻ അതൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് നമുക്ക് ഊദ് ആൻഡ് റോസസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. ഭയങ്കര നല്ല സ്മെല്ലാണ്. അതേപോലെ തന്നെ അത് എന്താ പറയുക യൂണിസെക്സ് ആണ്. 2 ആൾക്കാർക്കും അടിച്ച നല്ല സ്മെല്ലായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെർഫ്യൂമാണത്. അതിനുശേഷം പിന്നെ നമ്മൾ പോയത് റസാസിയിലേക്കാണ്. ഇവിടെ നിന്ന് ഇവൻ കുറച്ച് പെർഫ്യൂംസൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇവനൊരു ഗിഫ്റ്റായിട്ട് അവന് ഇഷ്ടമുള്ളൊരു പെർഫ്യൂം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം പെർഫ്യൂംസ് പരിപാടിയായിരുന്നു ലാസ്റ്റ് നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് അബുദാബിയിലോട്ട്. അപ്പോൾ പോണ വഴിക്ക് അവനിങ്ങനെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തതായിരുന്നു. നമ്മളിതേ നമ്മുടെ അബുദാബി എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവൻ നേരെ കാലിക്കറ്റിലേക്ക് പോവുകയാണ്. UK നിന്ന് നേരെ സ്ട്രെയിറ്റ് എന്നെ കാണാനാണ് വന്നത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്.
വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലാൻ ഇട്ടിട്ടാണ് അവൻ വന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത വരവിൽ കാണാമെന്നുള്ളതിൽ അവന് ഞാൻ യാത്ര അയക്കുകയാണ്. ബൈ, ഹാപ്പി ജേർണി. യാത്രയില്ല, വരാനുള്ളതല്ലേ. നമ്മൾ അവനെ അങ്ങനെ സീ ഓഫ് ചെയ്തു. നമ്മുടെ അബുദാബിയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മൾ പോയി കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ദിവസം രാത്രിയാണ് തിരിച്ച് ദുബായിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.